നമസ്കാരം, ഞാൻ അനൂപ് അഗ്നിശർമ്മൻ ആറ്റിങ്ങൽ. നമ്മളിന്ന് ചില ആളുകൾ നമുക്ക് വിളിച്ച് ചോദിക്കാറുണ്ട്, തിരുമേനി നക്ഷത്രമേ അറിയത്തുള്ളൂ, ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല, നിങ്ങളുടെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ അറിയാൻ സാധിക്കുമോ എന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരാളുടെ കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത്, ജനനസമയം, എവിടെയാണ് ജനിച്ചത്, ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, നമ്മുടെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഗ്രഹങ്ങൾ ഏതൊക്കെ നിലയിലാണ് നിൽക്കുന്നത് എന്ന് നമുക്കറിയണമെന്നുണ്ടെങ്കിൽ ആ ജനന സമയം നമുക്ക് ആവശ്യമാണ്. പിന്നെ നക്ഷത്രം മാത്രമേ അറിയുള്ളൂ, അപ്പോൾ അതിനതിൻ്റേതായ ഫലങ്ങൾ അറിയാൻ സാധിക്കില്ല എന്ന് ചോദിച്ചാൽ സാധിക്കും. അപ്പോൾ അതൊരു പൊതുവായ നിയമമായി തീരും. അതാണ് കാര്യം. അപ്പോൾ ഓരോ നക്ഷത്രത്തിലേക്കും, ഓരോ തിഥിയിലേക്കും, കരണത്തിലേക്കും, നാമയോഗങ്ങളിലേക്കും ഓരോ ആത്മാക്കൾ വന്ന് പിറക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കൃത്യമായ റീസൺ ഉണ്ടാവും. അപ്പോൾ ഒരു വ്യക്തി ഒരു കർമ്മയുടെ അടിസ്ഥാനത്തിൽ ഈ ഭൂമിയിലേക്ക് പിറക്കുമ്പോൾ ആ കർമ്മ ഒരുവൻ്റെ സുഖജീവിത കർമ്മ കാര്യങ്ങൾക്ക്, അതായത് മനസ്സിന് ദുഃഖമുണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യും. കാരണം ആത്മാവിന് ദുഃഖത്തെ കൊടുക്കേണ്ടി നിയമമുണ്ട്. അതുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കാണ്ട് വരും. പ്രയാസങ്ങളോ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് കർമ്മ വരും. അപ്പോൾ ഈ ഏതൊരുവൻ്റെ കർമ്മ അവനിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്നുവോ അപ്പോൾ എന്ത് സംഭവിക്കും? അവന് സുഖങ്ങളിലേക്കുള്ള അനുഭവങ്ങൾ അനുഭവിക്കാൻ സാധ്യമായി വരും. അപ്പോൾ ഒരുവൻ്റെ കർമ്മയിൽ അല്ലെങ്കിൽ അവനിൽ അടങ്ങിയിരിക്കുന്ന ദോഷം മാറുമ്പോൾ നല്ലത് താനേ സംഭവിക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ആധാരം എന്താണ്? അമിതമായ ആശകൾ. അപ്പോൾ ഈ ആശകളാണ് നമ്മളെ പലപ്പോഴും കർമ്മങ്ങൾ വരുത്തുവാനായിട്ട് കാരണമാക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഒരു നക്ഷത്രം, അപ്പോൾ അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ഏത് രാശിയിലാണ്? മേടൻ രാശിയിലായിരിക്കും, അല്ലേ? അപ്പോൾ ആ മേടം രാശിയിലേക്ക് ഒരു ലഗ്നമായി വരുമ്പോൾ, അല്ല, ഈ 3 നക്ഷത്രങ്ങളിലേക്കും ജനിക്കുമ്പോൾ ഏറെക്കുറെ എന്ത് സംഭവിക്കും? മേടൻ രാശിയുടെ ഒരു കർമ്മ അവിടെ ബന്ധമുണ്ടായിരിക്കും. അപ്പോൾ അത് വെച്ച് എന്ത് നമുക്ക് പറയാൻ പറ്റും? പൊതുവായ നിയമങ്ങൾ ഏറെക്കുറെ 60-70% വരെ ഇത് കറക്റ്റായിരിക്കും. ഇപ്പം മേടൻ രാശി പ്രകാരം നമുക്ക് എടുക്കുകയാണെങ്കിൽ ഒരു ഗ്രഹനില വരച്ച് അപ്പോൾ നമുക്ക് മേടൻ രാശി ലഗ്നമായിട്ട് നമുക്ക് എടുത്തു. അപ്പം മേടൻ രാശി എന്ന് പറയുന്നപ്പോൾ ഏത് രാശിയാണ്? അത് ചൊവ്വ എന്ന ഗ്രഹത്തിൻ്റെ സ്വക്ഷേത്രമാണ്, അല്ലേ? അപ്പോൾ ചൊവ്വ ആരാണ്? മേടം ലഗ്നത്തിന് ലഗ്നാധിപതിയും അഷ്ടമാധിപതിയുമാണ്. അപ്പോൾ 8ാം ഭാവാധിപത്യം വന്നത് തന്നെ എന്തായിരിക്കും? ഒരു പ്രശ്നത്തെ അവർക്ക് കൊടുക്കും. അപ്പോൾ 8 എന്ന് പറയുന്ന സാധനം എന്താ? അപമാനം, ഒരു കാരണവുമില്ലാതെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരിക, ഒരു അഹന്ത, അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്നൊരു ഭാവം, എനിക്കെന്തോ, ഞാൻ എന്തൊക്കെയാണെന്നുള്ളൊരു ചിന്തയൊക്കെ ഇവരിൽ ഉണ്ടാവാനായിട്ട് സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും.
ചൊവ്വയല്ലേ, അപ്പോൾ എന്താ, എല്ലാത്തിനും ഒരു എടുത്തുചാട്ടം, എന്തിൻ്റെയും മുന്നിൽ നിൽക്കുക, എന്നെ പരിഗണിക്കണമെന്നുള്ള ഒരു ചിന്ത എപ്പോഴും ഇവരിലുണ്ടാവും. അങ്ങനെ ഇല്ലെങ്കിൽ ചൊവ്വ അവിടെ പ്രശ്നം കൊടുക്കും. അപ്പം അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടർ മേടലഗ്നത്തിൽ പിറന്നാൽ, അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗങ്ങളിലേക്ക് പിറന്നാലൊക്കെയും ഇങ്ങനെയുള്ളൊരു കണക്ഷൻസ് അവർക്ക് വരാനായിട്ട് സാഹചര്യങ്ങൾ വരും. അതുപോലെ തന്നെ എന്താ, ചൊവ്വയല്ലേ, അപ്പോൾ എന്താ പറയുക, എപ്പോഴും എന്തെങ്കിലും ഒരു മുറിവ്, എന്തെങ്കിലും ഒരു പ്രോബ്ലംസുകൾക്ക് സദാ ഇവർക്ക് നേരിടേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരും. അതുപോലെ തന്നെ ഈ ചൊവ്വ എന്ന് പറയുന്നത് എവിടെയാണ് നീചമാകുന്നത്? കർക്കിടകൻ രാശിയിൽ. കർക്കിടകം എന്ന് പറയുന്ന സ്ഥാനം മേടലഗ്നത്തിൻ്റെ 4-ാം ഭാവം. 4 എന്ന് പറയുന്ന സ്ഥാനം ആരുടെ സ്ഥാനമാണ്? മാതാവിൻ്റെ സ്ഥാനം. അപ്പം ചൊവ്വയ്ക്ക് കർക്കിടകൻ രാശി നീചാധിപത്യമുള്ളത് കൊണ്ട് എന്തായിരിക്കും, മാതാവിന് എന്തെങ്കിലും മനക്കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ഇതൊക്കെ എന്തുണ്ടാവും, ഇവരുടെ മാതാവിനുണ്ടാവാനായിട്ട് സാഹചര്യങ്ങൾ വരും അല്ലേ. പക്ഷേ എന്തുണ്ടാവും, അമ്മയോടൊരു താല്പര്യം കാണും, ഒരു സ്നേഹമൊക്കെ ഇവർക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പം 4-ാം ഭാവം എന്താണ്? മണ്ണ്, വീട്, ഇതിൻ്റെയൊക്കെ സ്ഥാനം കൂടെ. അപ്പോൾ ഇവർക്ക് എന്തുണ്ടാവും, വീട് സംബന്ധിച്ചൊക്കെ ഉള്ളൊരു പ്രശ്നം വരും. അത് ചൊവ്വയ്ക്ക് നീചമല്ലേ, ചൊവ്വായും എന്താണ്, ഭൂമിയുടെയും സഹോദരൻ്റെയും കാരകനാണ്. അപ്പോൾ ഇവർക്ക് എന്ത് പറ്റും, സഹോദര രീതിയിലൊക്കെ ചില പ്രശ്നങ്ങൾ വരാനായിട്ട് ഇടവരും. സഹോദരന്മാരുടെ ജീവിതം, അവിടെ ദുഃഖം അനുഭവിക്കുക, അല്ലെങ്കിൽ ഇവരും സഹോദരങ്ങളും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് സംഭവിക്കുക, അല്ലെ സഹോദരങ്ങൾ ഇല്ലാണ്ട് വരിക, ഇങ്ങനെയൊക്കെയുള്ള കർമ്മ വരാനായിട്ട് സാഹചര്യങ്ങൾ വരാം. ചൊവ്വയ്ക്ക് നീചം ഭവിക്കുന്നില്ലേ, അപ്പോൾ എന്താണ്, ചൊവ്വ കല്യാണത്തിൻ്റെ കാലനോടാണ്. അപ്പോൾ എന്ത് പറ്റും, ഇവരുടെ വിവാഹ ജീവിത കർമ്മകാര്യങ്ങൾക്കൊരു പ്രോബ്ലംസുകൾ അവിടെ ചിന്തിക്കേണ്ടതായിട്ട് വരും. ചന്ദ്രൻ മനക്കാരനാണ്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഇവർ വളരെയേറെ ശ്രദ്ധിക്കേണ്ടി വരും. ഇപ്പം മനക്കഷ്ടങ്ങൾ, മാനസിക ഡിസ്റ്റർബ്, ചില അസുഖങ്ങളൊക്കെ ഇവർക്ക് വരാനായിട്ടും സാഹചര്യങ്ങൾ വരേണ്ടി വരും. അപ്പോൾ എന്താ, ടെൻഷൻ, BP പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്ക് വരും. ഇതൊക്കെ ഇവർക്ക് പറയേണ്ട നിയമങ്ങളായിട്ട് വരും. അപ്പം ലഗ്നാധിപനായ ചൊവ്വ 10-ാം ഭാവത്തിൽ ഉച്ചം ഭവിക്കുന്നുണ്ട്. എന്താ, മകരൻ രാശിയിൽ ചൊവ്വയ്ക്ക് ഉച്ചമാണത് 10-ാം ഭാവമായിട്ട് വരും. അപ്പോൾ എന്തുണ്ടാകും, എപ്പോഴും ചിന്ത എന്തുണ്ടായിരിക്കും, ഡെവലപ്പാകണം, തൊഴിൽ എന്നുള്ളൊരു ചിന്ത എപ്പോഴും ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ തൊഴിൽ മേഖലയിലൊക്കെ കുറച്ച് കഷ്ടങ്ങൾ വരുമെങ്കിലും എപ്പോഴും തൊഴിൽ മേഖലയിൽ ഇവർ വളരണം എന്നുള്ളൊരു ചിന്ത ഇവർക്ക് എപ്പോഴും സദാ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു തൃപ്തിക്കുറവ് എപ്പോഴും ഉണ്ട്. എന്ത് ജോലി എന്ന് പറഞ്ഞാൽ ഒരു സംതൃപ്തി ഇവർക്ക് ഉണ്ടാവത്തില്ല. കാരണം അവിടെ വ്യാഴം നീചം ഭവിക്കുന്നുണ്ട്. അതുകൊണ്ടൊരു തൃപ്തി, വ്യാഴം പണം. അപ്പോൾ എന്ത് പറ്റും, തൊഴിൽ ചെയ്യുന്നതിനനുസരിച്ച് ഇവർക്ക് എന്തുണ്ടാവില്ല, പണത്തിനൊരു സ്റ്റെബിലിറ്റി ഇവർക്കുണ്ടാവാനായിട്ട് പ്രയാസമായിരിക്കും. അങ്ങനെ ചിന്തിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ 10-ൽ ഉച്ചം ഭവിക്കുന്നത് കൊണ്ട് നന്നായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കഷ്ടപ്പെടുന്നത് കൊണ്ട്, നന്നായിട്ട് കഷ്ടപ്പെട്ടാൽ ചൊവ്വ ഇവരെ ഉയരത്തിലേക്ക് എത്തും. ചൊവ്വയാണ് പ്രതിസന്ധികൾ. അപ്പോൾ എപ്പോഴും നല്ല പ്രതിസന്ധികളെയൊക്കെ തരുണം ചെയ്ത് വരുമ്പോഴായിരിക്കും ഇവർക്ക് ഉയർച്ചയിലേക്ക് വരാനായിട്ട് സാഹചര്യങ്ങൾ വരിക. അപ്പോൾ ഇവർക്ക് പ്രശ്നങ്ങൾ വന്നെന്ന് പറഞ്ഞാലും ഒരു ഉയർച്ച ഇവർക്കുണ്ടാവാനായിട്ട് സാഹചര്യങ്ങൾ വരും. അതതിൻ്റെ നിയമങ്ങളാണ്. പക്ഷേ എപ്പോഴും പോരാട്ടമായിരിക്കും. 30 വയസ്സ് വരെ ലൈഫ് ഒരു സ്ട്രഗിള്, പോരാട്ടമായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവർ പതുക്കെ ഉയർന്ന നിലയിലേക്ക് വരാനായിട്ട് സാഹചര്യങ്ങൾ വരിക. അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാലായിട്ട് എന്താ, പെട്ടെന്ന് ഒരു കാര്യം ഇവർക്ക് അനുകൂലമായിട്ട് വരത്തില്ല. കാരണം എന്താ, ഒരു തട ഇവർക്ക് എപ്പോഴും നേരിടും. ശനി നീചം ഭവിക്കുന്ന രാശിയാണ് മേടൻ രാശി അല്ലേ. അപ്പോൾ ശനി എന്ന് പറയുന്ന ഗ്രഹം എന്താണ്, മന്ദൻ, ഏറ്റവും താമസം. അപ്പോൾ എന്തുണ്ടാവും, എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും ഒരു തടസ്സം, ഒരു താമസം ഒക്കെ ഇവർക്ക് നേരിടാനായിട്ട് സാഹചര്യങ്ങൾ വരും. അപ്പോൾ എപ്പോഴും എന്താ, ഒരു തടസ്സമോ താമസമോ വന്നതിന് ശേഷമായിരിക്കും ഇവർക്കൊരു കാര്യം അനുകൂലമായിട്ട് വരിക. അതതിൻ്റെ നിയമങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിവിടെ ചിന്തിക്കേണ്ടതായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ ശനിക്ക് 10-ാം ഭാവാധിപത്യവും 11-ാം ഭാവാധിപത്യവും ഭവിക്കുന്നുണ്ട്. മേടൻ രാശിക്ക് 11-ാം ഭാവം എന്താണ്, ബാധാസ്ഥാനമാണ് അല്ലേ.
അപ്പം ബാധകാധിപനായ ശനി ലഗ്നത്തിൽ നീചം ഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വകയിൽ കെട്ടുപോയി. എന്നാൽ 5-ാം ഭാവാധിപത്യം വഹിക്കുന്ന സൂര്യൻ അവിടെ ഉച്ചം ഭവിക്കുന്നത് കൊണ്ട് ഈ കെടുതൽ വന്നാലും സൂര്യൻ ഇവരെ കയറ്റിവിടും. അത് ഇവിടെ പറയേണ്ട നിയമങ്ങളാണ്. എന്നാൽ ശരി തൊഴിൽകാരകനായാൽ എന്ത് പറ്റും? എല്ലാവർക്കും കിട്ടുന്ന ഒരു അംഗീകാരം ഇവർക്ക് കിട്ടാനായിട്ട് പ്രയാസമായിരിക്കും. ജോലി ചെയ്യുന്നതിനേക്കാളും കുറച്ച് പണങ്ങളായിരിക്കും ഇവർക്ക് ലഭിക്കുക. പിന്നെ ഈ ശനി എന്ന് പറയുന്ന ഗ്രഹം വെളിനാടിൻ്റെ കാരകനായതുകൊണ്ട് ഇവർക്ക് വിദേശ യോഗങ്ങളും വിദേശത്തൊക്കെ പോകാനും ബന്ധപ്പെടാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് വരേണ്ടി വരും. എന്നാലും ഈ പുറം നാട്ടിൽ പോയെന്ന് പറഞ്ഞാലും വലിയ പ്രയോജനമൊന്നും അവർക്ക് കിട്ടാൻ വഴിയില്ല. ഒരു മിനിമം ലെവലിലൊക്കെ ഇവർ ജീവിച്ചു പോകാനായിട്ട് സാഹചര്യങ്ങൾ വരത്തുള്ളൂ. മേടൻ രാശിക്ക് രാഹുകേതുക്കൾ പകഗ്രഹങ്ങളാണ്. അങ്ങനെ വരുമ്പോഴേക്കും എന്താ? പൂർവ്വവഴി രാഹുവാണ് പിതാമകൻ, കേതുവാണ് മാതാമകൻ. അപ്പോൾ എന്താ? അപ്പൂപ്പൻ്റെ വഴി, മുത്തശ്ശിയുടെ വഴി, ഇവർക്ക് ഒരു പ്രശ്നം. അപ്പോൾ സ്വത്ത് റിലേറ്റഡായിട്ടൊക്കെ ചില പ്രശ്നങ്ങൾ, വസ്തു, വീട്, ഭൂമി, പൂർവിക സ്വത്ത്, ഇതുമായിട്ടൊക്കെ ഇവർക്കൊരു പ്രശ്നങ്ങൾ വരാനായിട്ട് സാഹചര്യങ്ങൾ വരും. 5-ാം അധിപതി സൂര്യൻ മേടൻ രാശിയിൽ ഉച്ചത്തിൽ നിൽക്കുന്നത് എന്ത് പറ്റും? ഈ സ്വത്തുക്കളൊക്കെ അനുഭവം പൊതുവെ ഇവർക്ക് കുറേ ഒരു പോരാട്ടം ഇവർക്കുണ്ടാവും. ശ്രദ്ധിച്ചില്ലെങ്കിൽ കോർട്ട് സംബന്ധമായിട്ടൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ, സ്വത്ത് റിലേറ്റഡുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് വരാനായിട്ട് സാഹചര്യങ്ങൾ വരും. കല്യാണത്തിന് ശേഷം പതുക്കെ ഇവർക്ക് മാറ്റങ്ങൾ വരും. അതിനുശേഷം സന്താനപ്രാപ്തിയൊക്കെ വന്നതിന് ശേഷമായിരിക്കും ഇവർ കുറച്ചുകൂടെ പതുക്കെ ഉത്തരവാദിത്തങ്ങളും ഉയർന്ന നിലയിലേക്കൊക്കെ വരാനായിട്ട് ഇവർക്ക് സാഹചര്യങ്ങൾ വരിക. 5-ാം ഭാവാധിപതി സൂര്യന് ഉച്ചമാകുന്നത് കൊണ്ട് ഈ ശനിയുടെ കർമ്മദോഷങ്ങളെ ഇവർ മാറ്റണം. അപ്പം ശനിദോഷ പരിഹാരങ്ങൾ ഇവർക്ക് നിവർത്തി ചെയ്യണം. ആ ശനിക്ക് ലഗ്നത്തിൽ നീചം ഭവിക്കുന്നതിൻ്റെ ആ കർമ്മശാപം ഇവർക്ക് മാറ്റിയെങ്കിൽ മാത്രമേ എന്ത് പറ്റുള്ളൂ? സൂര്യൻ അവിടെ നന്നായ രീതിയിൽ പ്രവർത്തിക്കാനും ഉയർന്ന നിലയിലേക്ക് പോകാനും പറ്റുള്ളൂ. അതതിൻ്റെ നിയമകർമ്മ കാര്യങ്ങളാണ്. അപ്പോൾ എന്താ? ശനീശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കണം. കഴിവതും ശനിയാഴ്ച ദിവസങ്ങളിൽ ഇവർ വ്രതങ്ങൾ എടുക്കണം. ശനി എന്ന് പറയുന്ന ഗ്രഹമാണ് വളരെ കഷ്ടപ്പെടുന്നവർ. അപ്പോൾ ഇവരെന്താണ്? തെരുവിലിരിക്കുന്നവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുക, വളരെയേറെ അധ്വാനിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക, വെള്ളം കൊടുക്കുക പോലുള്ള പുണ്യകർമ്മങ്ങൾ. ശനിയാണ് നടപ്പ്. പാദയാത്ര പോകുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക, വെള്ളം കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ശനിയാഴ്ച ദിവസങ്ങളിൽ ഈ ചെരുപ്പ് ഇടാണ്ട് നടക്കുക, ഇതൊക്കെ ഇവർക്ക് ഇവരുടെ കർമ്മദോഷങ്ങൾ കുറയാനായിട്ട് ഇവർക്ക് നല്ലതാണ്. അപ്പോൾ ശനിയാണ് എള്ള്. അപ്പോൾ അതുകൊണ്ട് ഇവർ എന്ത് ചെയ്യണം? എള്ള് ദാനം ചെയ്യുക. എള്ളെണ്ണ ശിവക്ഷേത്രത്തിലോ ശാസ്താക്ഷേത്രങ്ങളിലോ ദാനം ചെയ്യുക. എള്ള് പായസം കഴിച്ച് ദാനം ചെയ്യുക. ശനിയാണ് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക, ശനിയാഴ്ച ദിവസങ്ങളിൽ കൊടുക്കുക. ഇതൊക്കെ ഇവരുടെ കർമ്മശാപങ്ങൾ മാറാനായിട്ട് സഹായകരം ആയിരിക്കും. അതുപോലെ തന്നെ ശനി എന്ന് പറയുന്ന ഗ്രഹമാണ് വൈകല്യം, കാലിന് വൈകല്യം. ഇവരെന്ത് ചെയ്യണം? ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചൊവ്വയാണ് സർജറി, ഓപ്പറേഷൻ, ഹോസ്പിറ്റലിലൊക്കെ ബന്ധം കൊടുക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്യണം? ഹോസ്പിറ്റലിലേക്ക് ഈ വീൽ ചെയർ വാങ്ങിച്ചു കൊടുക്കുക, സ്ട്രക്ചർ വാങ്ങിച്ച് ദാനം ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള ദാനകർമ്മങ്ങൾ ചെയ്യുന്നത് ഇവരുടെ കർമ്മദോഷങ്ങൾ കുറയാനായിട്ട് ഇവർക്ക് നല്ലതായിരിക്കും. അതുപോലെ തന്നെ എന്താണ്? ഈ ശനീശ്വരന് വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങൾ തിരുക്കൊള്ളിക്കാട്, കൊച്ചന്നൂർ ശനീശ്വര ക്ഷേത്രം, പൊങ്ങു ശനീശ്വര ക്ഷേത്രം, ഇങ്ങനെയുള്ള ശനീശ്വര ക്ഷേത്രങ്ങളിലൊക്കെ ഇവർ ദർശനം നടത്തുകയും ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത് ഇവരുടെ കർമ്മദോഷങ്ങൾ മാറുന്നതിന് നല്ലതായിരിക്കും. അപ്പോൾ ശനിദോഷം മാറുന്നതിനാണ് ശബരിമല ധർമ്മശാസ്താവ്. അപ്പോൾ എന്താ? പമ്പയിൽ നീരാടുക. കഴിവതും മാസാമാസങ്ങളിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ, ശബരിമലയിൽ ദർശനം നടത്തുന്നതൊക്കെ ഇവരുടെ കർമ്മശാപങ്ങൾ കുറയുന്നതിന് വളരെ നന്മ വരുന്നതാണ്. അതുപോലെ തന്നെ എന്താ? ഈ വൈകല്യമുള്ളവർക്ക് ദാനം ചെയ്യണം. അംഗവൈകല്യമുള്ളവർക്ക് ദാനം ചെയ്യുക, മുതിർന്നവർക്ക് ദാനം ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നത് ഇവരുടെ കർമ്മശാപങ്ങൾ മാറുന്നതിന് വളരെയേറെ സഹായകരമായിരിക്കും. സൂര്യനവിടെ ഉച്ചമാകുന്നതുകൊണ്ട് കഴിയുന്ന ഇവർ മഹാദേവനെ ഭജിക്കുന്നതും വഴിപ്പെടുന്നതും ഇവർക്ക് ഉയർച്ചയിലേക്ക് വരുന്നതിന് വളരെയേറെ സഹായകരമായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് ചിന്തിച്ചത്? ആ ഒരു നക്ഷത്രങ്ങൾ, മേടൻ രാശിയിൽ പെടുന്ന നക്ഷത്രങ്ങളുടെ ബലം കൊണ്ടും മേടൻ രാശിയിൽ പിറന്നാലും ഒക്കെ
ഇതുമായിട്ടൊരു ബന്ധം ഉണ്ടാകും. അപ്പോൾ ഈ ജീവിത കർമ്മം കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും പൊതുവെ ഇവരുടെ ഒരു പോക്ക്. അപ്പം ജാതകമില്ലെങ്കിൽ പോലും അവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രയാണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൃത്യമായിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ ഗ്രഹസ്ഥിതികളോടെയൊക്കെ ഉണ്ടെങ്കിൽ പൂർണ്ണമാക്കും. എല്ലാവർക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വിഷയമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.